ഹൃദയപൂർവ്വം സിനിമയെക്കുറിച്ച് ഒരൊറ്റ വാക്കിൽ പറഞ്ഞാൽ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു സിനിമ. ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡുകൾ കുറച്ച് എടുത്തു പറയേണ്ടതുണ്ട്. ഡയറക്ടർ സത്യൻ അന്തിക്കാട്, റൈറ്റേഴ്സ് അഖിൽ സത്യൻ ആൻഡ് സോനു TP. ഈ അഖിൽ സത്യൻ്റെ എഴുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇദ്ദേഹത്തിൻ്റെ സിനിമയാണ് പാച്ചും അത്ഭുതങ്ങളൊക്കെ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സിനിമയായിരുന്നു. പിന്നെ ഇതിനകത്ത് 1-2 ക്യാമിയോ ഉണ്ട്. IMDb എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. സോ സിനിമയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ സംഭവ വികാസത്തിലൂടെയാണ് ഈ സിനിമ തുടങ്ങുന്നത്. പക്ഷേ കിക്ക് സ്റ്റാർട്ട് എന്ന് പറയുന്നത് സിദ്ദിഖ് ചെയ്ത ഒരു ക്യാരക്ടറാണ്. ആ ഒരു ക്യാരക്ടറിൽ എനിക്ക് കുറച്ചൊരു അപാകതകളൊക്കെ തോന്നിയായിരുന്നു. അപ്പം തന്നെ തുടക്കത്തിൽ ഇതൊരു അപ് ടു ദ മാർക്ക് എത്തത്തില്ലേ എന്നൊക്കെ ഉള്ളൊരു സംശയം തോന്നി. എങ്കിലും 100% കോൺഫിഡൻ്റ് ആണ്. കാരണം ഞാനൊരു ഹാർഡ് കോർ സത്യൻ അന്തിക്കാട് സാറിൻ്റെ ഒരു ഫാനാണ്. അദ്ദേഹത്തിൻ്റെ സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരക്കഥ എത്ര വീക്കായിരുന്നാലും അതിനെ പ്രേക്ഷകന് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയാക്കി മാറ്റാനുള്ള ഒരു മാജിക് സത്യൻ അന്തിക്കാട് എന്ന ഡയറക്ടറിനുണ്ട്. അപ്പം ആ ഒരു കോൺഫിഡൻസിൽ തന്നെയായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് ഈ ഒരു ക്യാരക്ടർ കുറച്ച് വീക്കായിട്ട് തോന്നി. മേ ബി അദ്ദേഹം വളരെ ഗംഭീരമായിട്ട് കഥാപാത്രങ്ങളെ ചെയ്യുന്ന ഒരു ആക്ടറാണ്. പക്ഷെ എവിടെയൊക്കെയോ ആ സന്ദർഭത്തിനനുസൃതമായി നോക്കുമ്പോഴത്തേക്ക് ആ ക്യാരക്ടർ കുറച്ചൊന്ന് എക്സാജറേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഒരു അഭിനയിക്കുന്ന പോലെ തോന്നി. അപ്പോൾ അതെടുത്ത് പറയാൻ കാരണം ആ സിനിമയുടെ തുടക്കത്തിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളിൽ ഇദ്ദേഹത്തിൻ്റെ കഥാപാത്രം കാണിക്കുന്ന ഒരു പക്ഷേ ഇന്നസെൻ്റ് ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം ചെയ്യേണ്ടിയിരുന്ന ഒരു ക്യാരക്ടറായിരുന്നെന്ന് എനിക്ക് പെട്ടെന്ന് കണ്ടപ്പോൾ തോന്നി. അത് സിദ്ദിഖ് സാർ ഡ്രൈവ് ചെയ്തിട്ട് അത്രത്തോളം ആ ഒരു സാധനം കിട്ടിയില്ലാത്ത കണക്ക് എനിക്ക് ഫീൽ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കിക്ക് സ്റ്റാർട്ടിലൊരു കോൺഫിഡൻസ് കുറവ് തോന്നിയെങ്കിലും പിന്നീട് ലാലേട്ടൻ്റെ കഥാപാത്രം അങ്ങോട്ട് എൻട്രി ചെയ്യുന്നു. അതൊന്നും വലിയൊരു ഭയങ്കര എൻട്രി ഒന്നും അല്ല, വളരെ കാഷ്വൽ ആയിട്ടുള്ള എൻട്രി. പിന്നെ ഇതിൽ ഏറ്റവും രസകരമായിട്ട് തോന്നിയത് മോഹൻലാൽ അമൽ ഡേവിസ് ആയിട്ടുള്ള ഒരു സിങ്ക്. ആ 2 കഥാപാത്രങ്ങളാണ് ഈ സിനിമേനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകുന്നത്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള കോമഡിയൊക്കെ ആയിരുന്നാലും നമുക്ക് എവിടെയൊക്കെയോ ഒരു പഴയ കാലത്തെ ലാലേട്ടൻ ജഗതി ചേട്ടനായിട്ടുള്ള ഒരു കോംബോ റീകോൾ ചെയ്യാൻ പറ്റുന്നുണ്ട് ഈ ഒരു 2 കഥാപാത്രങ്ങളുടെ ആ ഒരു സിങ്ക് കാരണം. അതൊരു എക്സ്ട്രാ ഓർഡിനറി കോമ്പിനേഷൻ ആയിട്ട് തോന്നി. കാരണം 2 തലമുറ, ലാലേട്ടൻ വളരെ പഴയ ഒരു തലമുറയിലുള്ള ഒരു ആക്ടറും വളരെ യങ്സ്റ്റർ ആയിട്ടുള്ള ഒരു ആക്ടറും കൂടെ ഉള്ളൊരു കോംബോ. അത് ഈ തിരക്കഥയിലൂടെയാണ് ആ ഒരു 2 കഥാപാത്രങ്ങളെ എങ്ങനെ സിങ്ക് ആക്കുന്നത്. പിന്നെ സത്യൻ അന്തിക്കാട് സാറിൻ്റെ ഒരു യൂഷ്വൽ സ്റ്റോറി ടെല്ലിംഗ് സ്റ്റൈൽ തന്നെയാണ്. വളരെ പച്ചയായ ജീവിതങ്ങളും വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഇമോഷൻസ്, ഈ ഒരു സ്ത്രീയും പുരുഷനുമായിട്ടുള്ള ഒരു സ്നേഹബന്ധം, അത് വെറും പ്രേമം എന്ന് പറയുന്ന ഒരു ഡെഫിനിഷൻ അല്ല അതിനുള്ളത്. അതിന് പല പല ലെയേഴ്സ് ഉണ്ടെന്നുള്ളത് ഈ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ സിനിമ കാണുന്ന സ്ത്രീ പുരുഷ ബന്ധത്തെ ഇങ്ങനെ ഒരു ഞരമ്പ് രോഗ രീതിയിൽ കാണുന്നവർക്കൊക്കെ ഇതൊരു നല്ലൊരു ചാപ്റ്റർ ആയിരിക്കും ഈ സിനിമ തുറന്നു വയ്ക്കുന്നത്. പിന്നെ സിനിമയുടെ സ്റ്റോറി ലൈനിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഈ സിനിമ നമ്മളിലേക്ക് ഒരു ഇമോഷണൽ കണക്ട് തരുന്നുണ്ട്. അത് തുടക്കം മുതൽ തന്നെ ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പോലും അറിയാതെ എൻ്റെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഈ സിനിമയിലെ പല കാര്യങ്ങളും നമുക്ക് റിലേറ്റബിൾ ആയതുകൊണ്ടാണോ എന്നറിയത്തില്ല. എങ്കിലും അവിടെയാണ് ആ പേര് പോലെ തന്നെ നമ്മുടെ ഹൃദയത്തിലേക്ക് ആ സിനിമ എവിടേക്കോ ഒന്ന് തൊട്ടുണർത്തുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു റിയാക്ഷൻ എന്നോണം ആ ഓരോ ഹൃദയസ്പർശിയായിട്ടുള്ള സന്ദർഭങ്ങളിലും നമ്മൾ പോലും അറിയാതെ അതൊരു പെയിൻഫുൾ അല്ല, മറിച്ച് എവിടേക്കോ ആ ഇമോഷണൽ കണക്ട് നമുക്ക് കിട്ടുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു എക്സ്റ്റസി പോലെ നമ്മുടെ കണ്ണൊന്ന് ഈറനണിയും. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി. കുറച്ച് ഭാഗങ്ങൾ മാത്രമേ ഇത് കേരളത്തിലുള്ളൂ. ബാക്കി സിനിമ ട്രാവൽ ചെയ്യുന്നത് പൂനെയിലോട്ടാണ്. സിനിമ പൂനെയിലെത്തുന്നതോടുകൂടി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കളർ ടോണിലൂടെയാണ് പിന്നെ സിനിമ സഞ്ചരിക്കുന്നത്. അതും പൂനെയിൽ ഇത്രയും നല്ല മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ടെന്നുള്ളതും ഈ സിനിമയുടെ അകത്ത് സിനിമാറ്റോഗ്രാഫിയിലൂടെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആരാണ് ചെയ്തിരിക്കുന്നത്? പാട്ടുകളും നല്ല രസമുണ്ടായിരുന്നു. അത് വളരെ അളവിനാണ് മ്യൂസിക് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ജസ്റ്റിൻ പ്രഭാകരൻ, അതുപോലെ അനു മുത്തേടത്ത്, എഡിറ്റർ K രാജഗോപാൽ, ആർട്ട് ഡയറക്ടർ പ്രശാന്ത് മാധവ്, കോസ്റ്റ്യൂം സമീറ സനീഷ്, മേക്കപ്പ് പാണ്ഡ്യൻ. ജസ്റ്റിൻ വളരെ മീറ്റർ പിടിച്ചുള്ള മ്യൂസിക് സ്കോറാണ്. അത് സത്യൻ അന്തിക്കാട് സിനിമകളുടെ ഒരു പ്രത്യേകതയാണ്. കാരണം ഒരു ട്രൂ ഇമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് ഡയലോഗ്സിലൂടെയും ആ സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മൾ അനുഭവിച്ചറിയുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിനകത്ത് വളരെ അളവിന് മാത്രം ബാക്ക്ഗ്രൗണ്ട് സ്കോർ കൊടുത്താൽ മതി. പിന്നെ അതിനപ്പുറത്തേക്ക് കോമഡി ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ വരുന്ന സ്ഥലത്ത് അവിടെയും അങ്ങോട്ട് കൂടുതലും അല്ല, വളരെ ഒരു മീറ്റർ പിടിച്ചുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് കൊടുത്തിരിക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. പിന്നെ ലാലേട്ടൻ്റെ ആശീർവാദ് സിനിമാസ് ആയതുകൊണ്ടായിരിക്കും ആന്റണി പെരുമ്പാവൂറിനെ എവിടെയെങ്കിലും കുത്തിക്കയറ്റാനുള്ള ഒരു അവസരം അതൊരു സത്യൻ അന്തിക്കാട് സിനിമയിൽ എങ്ങനെ ഈ സ്ക്രിപ്റ്റിനകത്ത് ഈ സംഭവം എഴുതി ഉണ്ടാക്കുന്നു എന്നുള്ളത് അവിടെ ഇതിൻ്റെ തിരക്കഥാകൃത്തുകൾക്കൊരു ഹാറ്റ്സ് ഓഫ്. കാരണം ആ സാധ്യത അതിനകത്ത് കണ്ടെത്തിയതിൽ. അപ്പോൾ അതാണ് ആ സിനിമയ്ക്കൊരു നല്ല ഫ്ലോ ഉണ്ട്. പക്ഷേ ആ ഫ്ലോയുടെ ഇടയിൽ കുറേ എവിടെ മുഴച്ചിരിക്കുന്ന ഇങ്ങനെ കുറച്ച് സംഭവങ്ങളും കൂടെ അതിനകത്തുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫൈറ്റിന് വേണ്ടി ഒരു സീക്വൻഷ്യൽ സാധനം ചെയ്തു വെച്ച കണക്കും എവിടെയൊക്കെ ഫീൽ ചെയ്തു. പക്ഷെ അതും കൂടെയൊക്കെ വരുമ്പോൾ മാത്രമേ ആ ഒരു കഥാപാത്രത്തിൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അതിന് വേണ്ടിയിട്ടായിരിക്കാം അങ്ങനെ ചെയ്തിരിക്കുന്നത്.
അപ്പോൾ ലാലേട്ടൻ കുറേ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഫേഷ്യൽ ജെസ്റ്റേഴ്സ് അല്ലെങ്കിൽ ആ ഇമോഷണൽ ജെസ്റ്റേഴ്സ് അത് ഫേസിലൊക്കെ ഇപ്പോൾ നന്നായിട്ട് തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇടക്കാലമായിട്ട് അത്രത്തോളം അത് നമുക്ക് നോട്ടീസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല, കാരണം അദ്ദേഹം ഫുൾ ബിയേർഡ് വെച്ചൊക്കെയാണ് അഭിനയിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു മുഖത്ത് അദ്ദേഹത്തിൻ്റെ പഴയ ഓരോരോ വികാരങ്ങൾക്കും അദ്ദേഹം കൊടുക്കുന്ന ഒരു മുഖഭാവങ്ങളുണ്ട്. അതാണ് ലാലേട്ടൻ എന്നുള്ള ഒരു ആക്ടറിന് മറ്റ് ആക്ടേഴ്സിൽ നിന്നും വളരെ വ്യത്യസ്തനാക്കി മാറ്റുന്നത്. ആ ഒരു സംഭവം ഇപ്പോൾ വീണ്ടും ആ മുഖത്തങ്ങനെ വിരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അത് കാണാൻ തന്നെ ഒരു കലയാണ്. എന്നാലും സിനിമ എനിക്ക് 100% വർക്കായി. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു മൂവിക്ക് ഔട്ട് ഓഫ് 10 തന്നെ റേറ്റ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും മറ്റൊരു സിനിമാ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ്.